കേരളത്തിൽ കഴിഞ്ഞ 10 വർഷത്തെ ഇടതുപക്ഷ സർക്കാർ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഭരണം നടത്തി. അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ UDF വളരെ നിർണായകമായ ഭൂരിപക്ഷം നേടി എന്ന് പറഞ്ഞാൽ 102 സീറ്റ് വാങ്ങി നിർണായകമായ ഭൂരിപക്ഷം നേടി. അതിൻ്റെ രാഷ്ട്രീയ പ്രതിസന്ധികളെക്കുറിച്ചും അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിലുണ്ടായ മറ്റു തരത്തിലുള്ള സമവാക്യങ്ങളെക്കുറിച്ചും പലതരത്തിലുള്ള ഏറ്റിറക്കങ്ങളെക്കുറിച്ചും നിരവധി ചർച്ചകൾ നമ്മൾ കേട്ട് കഴിഞ്ഞു, വായിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ സന്ദർഭത്തിൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇത്രയും ദിവസങ്ങൾക്ക് ശേഷം കേരളത്തിലെ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ ഏറെ സംഘർഷങ്ങൾ കോൺഗ്രസ് നേതൃത്വത്തിൽ സംഭവിച്ചുവെന്ന് തന്നെയാണ് നമ്മൾ കരുതേണ്ടത്. കാരണം തിരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തൊട്ട് മുമ്പ് മൊത്തത്തിൽ കേരളത്തിലെ പൊതുജനങ്ങൾ, പൊതുസമൂഹം വിശ്വസിച്ചിരുന്നത് തീർച്ചയായിട്ടും VD സതീശൻ തന്നെ മുഖ്യമന്ത്രിയാകും, അദ്ദേഹമാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടതും കഴിഞ്ഞ 5 വർഷമായി നിയമസഭയിൽ പ്രതിപക്ഷ നേതാവെന്നുള്ള നിലയിൽ ഭരണപക്ഷത്തെ നേരിട്ടുകൊണ്ടിരുന്നത്. സ്വാഭാവികമായിട്ടും ജനങ്ങൾ സതീശൻ തന്നെ മുഖ്യമന്ത്രിയാകും എന്ന് കരുതും, അതിൽ യാതൊരു അത്ഭുതവുമില്ല. പക്ഷേ തെരഞ്ഞെടുപ്പിന് ശേഷം റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ പല കഥകളും കേട്ടു. 80 സീറ്റാണെങ്കിൽ ഇന്ന ആളായിരിക്കും മുഖ്യമന്ത്രി, 90 ആണെങ്കിൽ മറ്റൊരാളായിരിക്കും, 100-ന് മേലാണെങ്കിൽ മറ്റൊരാളായിരിക്കും. ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ചർച്ചകൾ നമ്മൾ കേട്ട് കഴിഞ്ഞു. പക്ഷേ 4-ാം തീയതി തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതിന് ശേഷം ഇത്രയും ദിവസങ്ങൾക്ക് ശേഷമാണ് മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ കോൺഗ്രസ്സിന് കഴിഞ്ഞത്. ഇതിനിടയ്ക്ക് ലീഗ് അവരുടെ വിയോജിപ്പ് രേഖപ്പെടുത്തി, ഘടകകക്ഷികൾ പലരും അതിനെക്കുറിച്ചുള്ള വിയോജിപ്പ് രേഖപ്പെടുത്തി. അതേപോലെ തന്നെ കേരളത്തിലെ സോഷ്യൽ മീഡിയ ഈ സന്ദർഭത്തെ ഒരു ആഘോഷമാക്കി മാറ്റുന്നത് നമ്മൾ കണ്ടു. ഞാൻ പക്ഷേ ഈ സന്ദർഭത്തിൽ ഓർക്കുന്നത് ഒരു മലയാളത്തിലെ ഏറ്റവും പ്രശസ്തനായിരുന്ന അല്ലെങ്കിൽ ഏറ്റവും ധിഷണാശാലിയായിരുന്ന ഒരു മാധ്യമപ്രവർത്തകൻ, ഒരു പത്രാധിപർ ഒരിക്കൽ കോൺഗ്രസിനെക്കുറിച്ച് പറഞ്ഞ ഒരു നിരീക്ഷണമാണ്. ഏതാണ്ട് 30-35 വർഷങ്ങൾക്ക് മുമ്പാണ്. പലതരത്തിലുള്ള രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അന്ന് കലാകൗമുദി പത്രാധിപരായിരുന്ന S. ജയേന്ദ്രൻ നായർ പലപ്പോഴും പറയും, കോൺഗ്രസിൽ ദേശീയമായിട്ടാണെങ്കിലും സംസ്ഥാന അടിസ്ഥാനത്തിലാണെങ്കിലും ഒരു കൃത്യമായ രാഷ്ട്രീയ ബോധ്യമുള്ള, കൃത്യമായ നിലപാടുള്ള, സ്റ്റേച്ചറുള്ള നേതാക്കന്മാർ കുറച്ച് പേരുണ്ടെങ്കിൽ മാത്രം മതി കോൺഗ്രസ്സിന് ദേശീയമായിട്ടും അല്ലെങ്കിൽ സംസ്ഥാന രാഷ്ട്രീയത്തിലും നിർണായകമായ ശക്തിയാകാൻ കഴിയും. അങ്ങനെ ഒരു നിരീക്ഷണം എന്തുകൊണ്ടാണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, കോൺഗ്രസ്സിൽ ഈ ജനാധിപത്യ സ്വാതന്ത്ര്യം, ജനാധിപത്യം അല്ലെങ്കിൽ ശുദ്ധവായു കടന്നു കയറാനുള്ള സാധ്യത എപ്പോഴും അതിൻ്റെ ഘടനയിൽ തന്നെയുണ്ട്. അവിടെ ഗ്രൂപ്പ് പ്രവർത്തനം നടക്കും, പലതരത്തിലുള്ള സ്വാധീനങ്ങൾ നടക്കും, സാമ്പത്തിക ഇടപാടുകൾ നടക്കും, പലതരത്തിലുള്ള അഴിമതികൾക്ക് സാധ്യതയുണ്ട്, അതിന് വാതിൽ തുറന്നിട്ട് കൊടുക്കുന്നവരുണ്ടാവും. പക്ഷേ കോൺഗ്രസിൽ സ്റ്റേച്ചറുള്ള ഒരു 3-4 നേതാക്കന്മാർ കേന്ദ്രത്തിലും കേരളത്തിലും ഉണ്ടായാൽ കോൺഗ്രസ്സിന് മറ്റെല്ലാ രാഷ്ട്രീയ കക്ഷികളെയും അതിജീവിച്ച് മുന്നേറാൻ കഴിയും. അന്ന് BJP ഒന്നും ഇന്ത്യയിലോ കേരളത്തിലോ ഒരു നിർണായക ശക്തി ആയിരുന്നില്ല. അന്ന് അദ്ദേഹം സ്ഥിരമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. കോൺഗ്രസ്സിൽ അന്ന് ഈ പറയുന്ന കാലത്ത് കരുണാകരൻ വളരെ നിർണായകമായ ശക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ പലതരത്തിലുള്ള വിവാദങ്ങൾ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. AK ആന്റണി പല കാര്യങ്ങളിലും നിശബ്ദനായും പലതരത്തിൽ പല കാര്യങ്ങളിലും അദ്ദേഹം കൃത്യമായൊരു നിലപാടെടുക്കാതെ ഒഴിഞ്ഞു മാറുന്ന ഒരു ശീലം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ ജയേന്ദ്രൻ നായർ സാർ പറയുന്ന ഒരു കാര്യം, VM സുധീരനാണ് കേരളത്തിൻ്റെ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ ഭാവി. കാരണം സുധീരന് കൃത്യമായ രീതിയിലുള്ള രാഷ്ട്രീയ ബോധ്യങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ ഒരിക്കലും ഏതെങ്കിലും ഒരു പക്ഷത്തെ തിന്മകളെ അനുകൂലിക്കുന്നതായിരിക്കത്തില്ല. ഒരു പക്ഷത്തെ അനുകൂലിക്കുന്നതായിരിക്കും, പക്ഷേ അത് തിന്മയുടെ പക്ഷത്ത് ആയിരിക്കില്ല. അങ്ങനെ ഏറ്റവും ജയേന്ദ്രൻ നായരുടെ ഒരു നിരീക്ഷണത്തിൽ VM സുധീരനായിരുന്നു 90കളുടെ തുടക്കത്തിൽ കേരളത്തിൽ ഏറ്റവും പ്രോമിനൻ്റായിട്ട് വരാൻ പോകുന്ന കോൺഗ്രസ് നേതാവെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. പിൽക്കാലത്ത് നമ്മളത് കാണുകയും ചെയ്തു. കാരണം നിലപാടിൻ്റെ കാര്യത്തിൽ, അധികാരത്തിലെത്തിയപ്പോൾ നിലപാടെടുക്കുന്ന കാര്യത്തിലാണെങ്കിലും രാഷ്ട്രീയത്തിൽ നിലപാടെടുക്കുന്ന കാര്യത്തിലാണെങ്കിലും VM സുധീരനോളം കൃത്യമായ ഒരു നിലപാട് സ്വീകരിച്ച കോൺഗ്രസ് നേതാക്കന്മാർ വളരെ കുറവാണ്. അദ്ദേഹം ആദർശത്തിൻ്റെ പരിവേഷം മാത്രമാണുള്ളതെന്നൊക്കെ പറഞ്ഞ് സ്വന്തം പാർട്ടിക്കാർ തന്നെ പലപ്പോഴും വിമർശനം ഉന്നയിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. 90കൾ തൊട്ട് ഇന്ന് വരെയുള്ള കേരള രാഷ്ട്രീയം പരിശോധിക്കുമ്പോൾ കോൺഗ്രസിൽ സുധീരനെ പോലെ വളരെ കുറച്ച് പേര് മാത്രമാണ് ഈ പറയുന്ന നിലപാടുള്ള, രാഷ്ട്രീയ നിലപാടുള്ള വഴിയിലൂടെ സഞ്ചരിച്ചിട്ടുള്ളത്. നിലപാടുള്ള കുറച്ച് നേതാക്കന്മാർ ഉണ്ടെങ്കിൽ തന്നെ ആ സംഘടനയിലേക്ക്, അതിലേക്ക് ശുദ്ധവായു എത്തുകയും ജനാധിപത്യത്തിൻ്റെ സാധ്യതകൾ പലതരത്തിലുള്ള ചിറകായി മാറുകയും ചെയ്യും. അതിൻ്റെ ആ ഒരു ദീർഘവീക്ഷണം
ഓർക്കാൻ കാരണം ഇന്ന് ഈ കോൺഗ്രസ്സിൽ നടക്കുന്ന പലതരത്തിലുള്ള ചർച്ചകൾ കാണുമ്പോഴാണ്. ഇപ്പോൾ ജയേന്ദ്രൻ നായർ ഇങ്ങനെ വർഷങ്ങൾക്ക് മുമ്പ്, ഏതാണ്ട് 3 പതിറ്റാണ്ടിന് മുമ്പ് പറഞ്ഞ കാര്യം ഇപ്പോൾ ഓർക്കാൻ കാരണം, പത്രാധിപർ എന്നുള്ള നിലയിൽ അദ്ദേഹം ജീവിച്ച കാലത്ത് അദ്ദേഹം എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും തിന്മകളെ എതിർത്തിട്ടുണ്ട്, അല്ലെങ്കിൽ രാഷ്ട്രീയ കക്ഷികളിലെ ചില നേതാക്കന്മാരുടെ നിലപാടുകളോട് വിയോജിച്ചിട്ടുണ്ട്. അതൊക്കെ തന്നെ ശരിക്കും യഥാർത്ഥ രാഷ്ട്രീയ നന്മകളെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു. തീർച്ചയായിട്ടും വ്യക്തി താല്പര്യങ്ങളിലേക്കും അല്ലെങ്കിൽ മറ്റു പലതരത്തിലുള്ള സ്വാർത്ഥ താല്പര്യങ്ങളിലേക്കും ലാഭക്കൊതിയിലേക്കും ഒക്കെ പോകുന്ന നേതാക്കന്മാരെ അദ്ദേഹം ശക്തമായി എതിർത്തിട്ടുണ്ട്. ഉമ്മൻചാണ്ടിക്കെതിരായിട്ട് പല സന്ദർഭങ്ങളിലും വളരെ കർശനമായ നിലപാടെടുത്തിട്ടുണ്ട്. പിണറായിക്കെതിരായിട്ട് പലപ്പോഴും കർശനമായ നിലപാട് അദ്ദേഹം പത്രാധിപർ എന്നുള്ള രീതിയിൽ സ്വീകരിച്ചിട്ടുണ്ട്. ഇതൊക്കെ തന്നെ ഒരു നല്ല രാഷ്ട്രീയം സ്വപ്നം കണ്ടുള്ള നിലപാടായിരുന്നു. അതാണ് ഒരു പത്രാധിപർക്ക് വേണ്ടത്. അല്ലാതെ സ്തുതി പാടുന്ന മാധ്യമപ്രവർത്തനമല്ല അദ്ദേഹം സ്വപ്നം കണ്ടതും അദ്ദേഹം പിന്തുണച്ചതും.